സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഗുരുവായൂരപ്പൻ്റെ ഭക്തർക്ക് ഒരു സന്തോഷമുള്ള വാർത്തയാണ് പറയാൻ പോകുന്നത്. ഓണവും അഷ്ടമിരോഹിണിയും ഒക്കെ വരാറായി. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ തിരക്കും വർദ്ധിച്ചുകൊണ്ട് വരുന്ന സമയമാണിത്. ഭഗവാനെ കാണാനായിട്ട് നിരവധി ഭക്തജനങ്ങൾ എത്തും. അങ്ങനെ വരുന്ന എല്ലാ ഭക്തരുടെയും ചിന്ത ഭഗവാനെ നല്ല കൺകുളിർക്കെ കാണണം, ഭഗവാന്റെ പ്രസാദങ്ങൾ കഴിക്കണം, നന്നായി തൊഴുവാൻ സാധിക്കണം. ഒപ്പം തന്നെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് നമ്മുടെ ബഡ്ജറ്റിന് അനുസരിച്ച് നല്ലൊരു താമസ സൗകര്യം കൂടെ ചിന്തയിലേക്ക് വരും. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ തന്നെ ഒരു ഗസ്റ്റ് ഹൗസിൽ വളരെ കുറഞ്ഞ നിരക്കിൽ താമസത്തിനൊരു സൗകര്യം കൂടി കിട്ടിയാലോ, അതിൽ പരം സന്തോഷം ഇല്ല അല്ലേ? അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലുള്ള കൗസ്തുഭം റെസ്റ്റ് ഹൗസ് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് ഉദ്ഘാടനവും കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് ആരോഗ്യ വിഭാഗം മന്ത്രി കൂടിയായ കെ മുരളീധരൻ സാറാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കൗസ്തുഭം സ്ഥിതി ചെയ്യുന്നത് കിഴക്കേ നടയിലാണ്. അതായത് കിഴക്കേ നടയിലെ നടപ്പന്തലിൻ്റെ അവിടെയാണ്. നമ്മൾ വാഹനങ്ങളൊക്കെ പൂജയ്ക്ക് വയ്ക്കുന്ന ആ ഭാഗത്ത് ആണ് എൻട്രി ഉള്ളത്. അതല്ലാതെ തെക്കേ നടയിൽ കൂടെയും ഒരു എൻട്രി ഉണ്ട്. ഇന്നർ റിംഗ് റോഡിൽ കൂടെ ഉണ്ട്. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയായിട്ടാണ് കൗസ്തുഭം നവീകരിച്ച് വന്നിരിക്കുന്നത്. അവിടുത്തെ റൂമിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. ആധുനിക രീതിയിൽ നവീകരിച്ച കൗസ്തുഭം റെസ്റ്റ് ഹൗസിന് 97 മുറികളാണ് ഉള്ളത്. അതിൽ 2 ബെഡ് AC റൂം 23 എണ്ണം. AC റൂമായിട്ട് ഈ 23 എണ്ണം മാത്രമേ ഉള്ളൂ. അതെല്ലാം 2 ബെഡ്സ് ആണ്. ബാക്കിയെല്ലാം നോൺ AC റൂംസാണ്. 2 ബെഡിൻ്റെ തന്നെ നോൺ AC റൂം 45 എണ്ണം, 3 ബെഡ് നോൺ AC റൂം 8 എണ്ണം, 4 ബെഡ് നോൺ AC റൂം 5 എണ്ണം, 6 ബെഡ്സ് നോൺ AC റൂം 16 എണ്ണവും ഈ കാറ്റഗറിയിലാണ് റൂംസ് ഉള്ളത്. വളരെ ചിലവ് കുറഞ്ഞ റേറ്റിലും കിട്ടുന്നതാണ്. ക്ഷേത്രത്തിൽ നിന്ന് വളരെ അടുത്തായിട്ടാണ് ഈ റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് വരുന്ന ഭക്തന്മാർക്കൊക്കെ ഇതൊരു നല്ല ഒരു ഉപകാരം കൂടിയാണ്. ഇത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം കൃഷ്ണാർപ്പണമസ്തു.